ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. അല്ലാഹുവേ, ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങേണ്ടവരാണ് അല്ലാഹ്. മരണത്തിലേക്കുള്ള ഒരു വാതിൽ തന്നെയാണ് മരണചിന്ത. യാത്രക്കാരന്റെ മനസ്സ് നിറച്ച് എപ്പോഴും ആ മരണചിന്ത ഉണ്ടായിരിക്കും. സദാസമയവും ആ മരണചിന്ത ഉണ്ടായിരിക്കണം. അതിനാണ് ഈ ദുആ പറയാൻ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്. എത്രയോ ഗൾഫിലേക്ക് പോയവരുടെ മയ്യിത്തല്ലേ പുറത്തേക്ക് നാട്ടിലേക്ക് പിന്നെ കൊണ്ടുവന്നത്. അല്ലാഹുവേ, ഈ ശബ്ദം ശ്രവിക്കുന്ന ഗൾഫിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവര്, ലീവിന് വന്നിരിക്കുന്നവര്, അടുത്ത ലീവിന് വരുമ്പോ മക്കളെ ബാഗ് കൊണ്ടുവരാ, അടുത്ത ലീവിന് കൊണ്ടുവരുമ്പോ കളിപ്പാട്ടങ്ങൾ കൊണ്ടുവരാ, അടുത്ത ലീവിന് വരുമ്പോ സൗദി അറേബ്യയുടെ ഏറ്റവും നല്ല വറവ കൊണ്ടുവരാ എന്നെല്ലാം പറഞ്ഞ് മോഹിപ്പിച്ചുകൊണ്ട് വിദേശ രാജ്യത്തിലേക്ക് പറന്നു പോകുന്ന പാവപ്പെട്ട സഹോദരങ്ങളുടെ മയ്യത്ത് അല്ലാഹുവേ പെട്ടിയിലടച്ചുകൊണ്ട് തിരിച്ചുകൊണ്ട് വരുന്ന രംഗം വരുത്തല്ല അല്ലാ, വരുത്തല്ല അല്ലാ, വരുത്തല്ല അല്ലാ. എന്റെ പ്രിയപ്പെട്ട കൊല്ലം ജില്ലയുടെ കരുനാഗപ്പള്ളിയിൽ ഓച്ചിറക്കിടക്ക് 3 സഹോദരങ്ങളെ കൊണ്ടുവന്നടക്കിയത് ഞാൻ മറന്നുപോയില്ല. എന്തൊക്കെ സ്വപ്നങ്ങളുമായിട്ട് പോയവരാ, എന്തൊക്കെ ആഗ്രഹങ്ങളുമായിട്ട് പോയവരാ, എന്തൊക്കെ ആശകളും തലയിൽ ചുമന്നുകൊണ്ട് പോയവരാ. കുടുംബത്തെ വളർത്താൻ, കുടുംബത്തെ പോറ്റാൻ, അവരെ കണ്ണീര് മാറ്റാൻ, അവരെ സങ്കടം തീർക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ട് യാത്ര പോയ ആ 3 സഹോദരങ്ങൾ റാസൽ കൈമയിൽ വെച്ച് വാഹനാപകടത്തിൽപ്പെട്ടിട്ട് ആ 3 പേരുടെ മയ്യത്ത് ഒരുപോലെ കൊണ്ടുവന്ന നാട്ടിലടക്കിയപ്പോ എന്നോട് പ്രിയപ്പെട്ട സഹോദരൻ പറഞ്ഞതാ, ഉസ്താദേ, ഗൾഫിലേക്ക് പോകുന്നുണ്ടോ നമ്മുടെ ലഗേജ് തൂക്കി നോക്കാറുണ്ട്, എത്ര കിലോ എന്ന് നോക്കിയിട്ട് അധിക കാശ് വേണമെങ്കിൽ നമ്മളതിന് കൊടുക്കാറുണ്ട്. പക്ഷേ വിദേശ രാജ്യത്ത് വെച്ച് ഞങ്ങളെങ്ങാനും മരണപ്പെട്ടു പോയാൽ, വിദേശ രാജ്യത്ത് വെച്ച് പ്രവാസികൾ ഒരാൾ മരണപ്പെട്ടു പോയാൽ ആ പ്രിയപ്പെട്ട വിദേശ രാജ്യത്ത് കഴിയുന്ന സഹോദരന്റെ മയ്യത്ത് നാട്ടിലേക്ക് കൊണ്ടുവരാ. സുബ്ഹാനല്ലാഹ്, മയ്യത്തിനെ തൂക്കി നോക്കും ചെറുപ്പക്കാരാ. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് അങ്ങനൊരു അവസ്ഥ കൊടുക്കല്ല അല്ലാഹ്. ആ മയ്യത്തിനെ തൂക്കി നോക്കും പെങ്ങള്, നിന്നെ വളർത്താം, നിന്റെ മക്കളെ വളർത്താം, നിന്റെ കുടുംബത്തിന്റെ കഷ്ടപ്പാട് മാറ്റാം, എല്ലാം മറന്നുകൊണ്ട് എന്നും ത്യാഗം സഹിക്കാൻ വിധിക്കപ്പെട്ടവരായി, എന്നും കഷ്ടപ്പെടാൻ വിധിക്കപ്പെട്ടവരായി, എന്നും പൊട്ടിക്കരയാൻ വിധിക്കപ്പെട്ടവരായി കേവലം 2 മാസത്തെ ലീവിന് വന്നു നിൽക്കുമ്പോ ആ മാസത്തിൽ പോലും എത്ര ദിവസമാണ് പെണ്ണേ ആ ഗൾഫുകാരനുമായി നീ പിണങ്ങിക്കഴിയുന്നത് കുഞ്ഞുമോളെ. ആ പ്രിയപ്പെട്ടവൻ വിദേശ രാജ്യത്ത് വെച്ച് മരണപ്പെട്ടു പോയാൽ അവന്റെ മയ്യത്ത് തന്നെ തൂക്കി നോക്കുകയാ. 1 കിലോയ്ക്ക് ഇത്ര രൂപ വെച്ച് 50 കിലോ ഉണ്ടെങ്കിൽ 60 കിലോ ഉണ്ടെങ്കിൽ അതിന്റെ കാശടച്ചിട്ടാണ് ആ പ്രിയപ്പെട്ട പ്രവാസികളുടെ മയ്യത്ത് കൊണ്ടുവരുന്നത്. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ വളർത്തോ, ഞങ്ങളുടെ ഉമ്മയെ പോറ്റോ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ആഗ്രഹങ്ങളെ സഫലമാക്കി കൊടുക്കാൻ വിദേശ രാജ്യത്ത് കിടന്ന് കഷ്ടപ്പെടുന്ന സഹോദരങ്ങൾക്ക് അങ്ങനെ ഒരു ദുരന്തം കൊടുക്കല്ല അല്ലാഹ്. അതുകൊണ്ട് യാത്ര പുറപ്പെടാൻ നേരം സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ. അത് യന്ത്രം പറഞ്ഞാ പോരാ, നിശ്ചയം പറഞ്ഞാ പോരാ, നീ പറയണം. എന്നിട്ട് യാത്ര പുറപ്പെടുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുവേ, നിന്നെ ഏൽപ്പിക്കുന്ന പടച്ചവരെ സർവ്വതും ഞാൻ സഞ്ചരിക്കുന്ന വാഹനത്തിലേക്ക് ഒരു പറവ വന്ന് തട്ടിയാൽ, ഒരു പറവയുടെ ചിറക് വന്ന് തട്ടിപ്പോയാൽ സുബ്ഹാനല്ലാഹ്, അതൊരു വല്ലാത്ത ദുരന്തമായി തീരില്ലേ പ്രിയപ്പെട്ടവരെ. അല്ലാഹുവിനെ ഏൽപ്പിച്ചുകൊണ്ടിറങ്ങുക.
എന്തോരവസ്ഥയാണ് പ്രിയപ്പെട്ടവരെ. എന്നോടൊരു പ്രിയപ്പെട്ട സഹോദരൻ പറഞ്ഞതാ, എന്റെ കൂടെ യാത്ര ചെയ്ത് ഫ്ലൈറ്റിൽ നിന്ന് യാത്ര ചെയ്ത കരുനാഗപ്പള്ളി ഭാഗത്തുള്ള ഒരു സഹോദരൻ, ആ ഫ്ലൈറ്റ് അങ്ങനെ ഉയർന്ന മുകൾ ഭാഗത്തേക്ക് പൊങ്ങിയപ്പോ ആ സൈഡിൽ നിന്നുകൊണ്ട് താഴേക്ക് നോക്കിയിട്ട് ആ സഹോദരൻ പറയുന്ന ഉസ്താദ് കൈവിട്ട കളിയാണ് ഉസ്താദ്.